ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ വെറുപ്പിക്കലൈഡുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഞാൻ അവരെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം എത്തും എന്തായാലും. സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രം അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ഫുഡ് തന്നെ. അപ്പം നമ്മുടെ ശ്രീകുട്ടി, ഐഡുമോൾ ഒക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. സ്വാഗതം. ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ അടിപൊളിയായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് നമ്മുടെ സുലൂസിന്റെ വകയാണ്. ആള് ഈ പരിസരത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഐഡുമോൾ. ഐഡു ഡബിൾ കണ്ണി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതുകൊണ്ട് വയസ്സിന്റെ ബഹുമാനം കൊടുക്കുന്നുള്ളൂ, സ്വഭാവത്തിലല്ല. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് തെറിപ്പിക്കുക. അമ്മ ഇതല്ല, അമ്മക്കെടുത്ത് കൊടുക്ക്, അമ്മക്കെടുത്ത് കൊടുക്ക്. മുറിച്ചോളൂ. വേണ്ട, കണ്ടില്ലേ സ്വഭാവം? കണ്ടില്ലേ വള വളാന്ന് പറഞ്ഞിട്ട്. എടുത്തോ? എടുക്കണേ. ഞാൻ എടുക്കും വലിയ പീസ്. വലിയ പീസാണ്. ആ സൈസ് കാണിക്കൂ. ആ ഓക്കെ. ഞാനും ഈ വലിയ പീസ് എടുക്കാം. നിങ്ങൾക്ക് വേണോ ഗൈസ്? ഇനി എല്ലാത്തും നല്ല വെള്ളല്ലേ? മതി. മിണ്ടാണ്ട് നിൽക്കണ്ടോ? കാര്യം പറയാൻ സമ്മതിക്കില്ല. ഇനിന്ന് വെച്ചാല് ഈ അടുത്തൊന്നും ബർത്ത്ഡേ ഇല്ല. ഡിസംബറിൽ നമ്മുടെ ശ്രീകുട്ടീൻ്റെ പോയപ്പൻ ശ്രീകുട്ടി. ഡിസംബർ 14 എൻ്റെ പിറന്നാളാണ്. ഞങ്ങള് കോഴിപ്പേന് മതി. ഓക്കെ, ഇഷ്ടമാണ് അത് പറഞ്ഞത്. അങ്ങനെ സമാധാനിച്ചോളി. എന്നാ പോവാം നമുക്ക്. ഗൈസ്, അപ്പൊ ഇവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. ഓ, ഞാനൊരു കാര്യം വിട്ടുപോയി. ഗിഫ്റ്റ്. യെസ്, ഹാപ്പി ബർത്ത്ഡേ. അനുഗ്രഹം വാങ്ങില്ലേ? എന്തായാലും എവിടുന്ന് വാങ്ങി? ഞായറാഴ്ച. നിങ്ങൾ പോയില്ലേ? ഞാനാ ഫസ്റ്റ് പോയത്. അപ്പൊ ഞാൻ വാങ്ങിയതോ പറയണ്ടേ? ഒരാൾ വാങ്ങാൻ പോകുന്നുള്ളൂ പോലും. പറഞ്ഞിട്ട് കേട്ടോ. ബാഡിയെ പോവാ. എന്നാ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം. വാങ്ങിച്ചോ. എനിക്ക് ഒരു സാധനം വാങ്ങിയാ മതി. എന്താണ്? എനിക്ക് ഒരു പെന്ന് BTSന്റെ. എന്നാ വാങ്ങുന്നത്. അതെവിടെയാ സ്ഥലം? എന്നാ പോവാ. അറിയില്ലേ? പോവാടെ അവിടെ ഉണ്ടോ? കൊറേ ഉണ്ടോ അങ്ങനത്തെ BTSന്റെ എന്തെങ്കിലും? ഇന്നൊക്കെ പോയിട്ട് വാങ്ങാന്നാലേ. നമ്മൾ ബസ്സിൽ പോവാണ്. ആ ചെക്കൻ കണ്ണടിച്ച്. ഏത് കണ്ണടിച്ചേ? ഏത് സ്കൂട്ടറിൽ പോന്നാണോ? കണ്ടില്ല. ടൈം കിട്ടിയില്ല. ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ചോദിക്കേനി. അപ്പം തന്നെ ചോദിക്കാൻ എന്താണ്ടൊക്കെ വേണ്ടിയെന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ കൊളാക്കണം. ഇപ്പൊ പെൺകുട്ടികളെ കൊണ്ട് അങ്ങനെ കേട്ടോ ചേച്ചി ചോദിക്കണം കേട്ടോ. എന്താണ്ടൊക്കെ വേണ്ടിയെന്ന് ചോദിക്കുക. ഞാൻ ഈ പീടികയിൽ നിന്ന് മിഠായി വാങ്ങി ശീലിച്ചിട്ട് ഇപ്പം അവിടെ എത്തുമ്പോൾ വാങ്ങാൻ തോന്നും. ഞാൻ തിന്നാണെങ്കിൽ ഗൾഫത്തെ മുട്ടായി മാത്രമേ തിന്നു.
എല്ലാം അങ്ങോട്ട് നോക്കണ്ടല്ലേ? നമ്മളത് കണ്ടിട്ടാണ്. ആരെയും അങ്ങോട്ട് നോക്കണ്ട. ഇങ്ങനെ അവര് രണ്ടെണ്ണോ അവിടെ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. ബസ് അങ്ങ് ദൂരെ. ഗൈസ് എന്നോട് പറഞ്ഞു ബസ്സിന്ന് വ്ളോഗ് എടുക്കാൻ എന്തോ വാങ്ങി തരുമ്പോൾ ചാലഞ്ച് നമ്മളോട്. ഓക്കെ, എന്ത് ചേച്ചിക്ക് ബഡ്സ് വാങ്ങി കൊടുത്താ പോരെ? ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ത് ബഡ്സ്? അതൊക്കെയാണ് ഉണ്ടാകുക. പ്രശ്നമില്ല, പ്രശ്നമില്ലല്ലോ. ചിക്കൻ ഒന്നുമില്ല. എനിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനം ഒന്നും ആരും വാങ്ങി തരുന്നത് ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ട്. ഞാൻ വാങ്ങിയ പുതിയ കമ്മലാണ്. ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന ഇടയിൽ കൂടി വാങ്ങിയതാ. അല്ല പെണ്ണ് വേണ്ട. നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിക്കുന്നേ? ആ ചേച്ചിക്ക് തൂക്കിട്ട് എന്തെങ്കിലും വേണോ? വേണ്ട, എനിക്ക് വേണ്ടേ വേണ്ട മോളെ. ഇവർക്ക് ആവശ്യമൊന്നും വേണ്ട. ഇങ്ങനെ സ്ട്രേറ്റ്. ഗൈസ് നമ്മളിപ്പോ ഇവിടെ എന്തിനാ വായ പൊളിച്ചിക്കെന്ന് വെച്ചാല് ലൈം കുടിക്കാം. ദാഹം, എനിക്കാണ് ശരിക്കും ദാഹം. ഇവര് ഇതിന്റെ കൂടെ കോപ്പിടിക്ക് കുടിക്കാണ്. ഇവർക്ക് ദാഹം കേട്ടോ. ശരിക്കും പനി മാറിയിട്ടേ ഉള്ളൂ. ഇവരിതൊക്കെ കുടിപ്പിക്ക. വെള്ളം വേണം വേണമെന്ന് അറിഞ്ഞീന. ഭയങ്കര ക്ഷീണം വാങ്ങി കൊടുക്കുക. നല്ല ലൈമില്ലേ കുടിച്ചാ തീരല്ലോ വെച്ചിട്ട് മെല്ലെ മെല്ലെ കുടിക്കുക ഒരാള്. മധുരം കുറവെന്നോ? മധുരോ? ഞാൻ നല്ല വാരും. ഹായ് ചേച്ചിക്ക് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട മോനെ. എനിക്ക് വേണ്ട. മനീഷേ ഇവിടുന്ന് പറ്റും. എന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ ശ്രീകുട്ടി എന്താ എനിക്ക് വാങ്ങി തരുന്നതെന്ന് വെച്ചാല് BTSന്റെ പെന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എന്താന്ന് വെച്ച് പറഞ്ഞോളാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പറഞ്ഞില്ല എന്താ, ഞാൻ ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടില്ലല്ലോ. ഞങ്ങളെ പിടിച്ച് പുറത്തിടും. ഏതാന്ന് വെച്ചോ, ഞാൻ നമ്മളങ്ങനെ കരുതാൻ പാടില്ല. ചേച്ചി എന്റെ ഒപ്പിച്ചു പോകുക. എന്റെ ഓൾറെഡി ഷോൾ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് പഴയ ചുരിദാർ ഉണ്ടോ? ഈ ഉപയോഗിക്കാത്ത ചുരിദാർ ഉണ്ടെന്ന് എനിക്ക് തന്നൂടെ? ഫെമിനിസ്റ്റ് നോക്കുന്നുണ്ടോ? ഫെമിനിസ്റ്റ് നോക്കുന്നുണ്ടോ? മാംഗോ ഇറ്റാലിയൻ ഡിലൈറ്റ് ഗൈസ്. റോയൽ എൻഫീൽഡ് വൈറ്റാതെ ബ്രൈറ്റാതെ ഇരിക്കും പാല്. രമേശിന് പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വ്യാഴാഴ്ച ഞങ്ങള് 3 പേരും വ്യാഴാഴ്ച കാണുള്ളൂ. പിന്നെ ആക്ച്വലി ഞാനൊരു ബിസി പേഴ്സൺ ആയതുകൊണ്ട് നിങ്ങൾ നേരത്തെ വിളിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ എനിക്ക് അതെ ട്രെയിൻ വരുന്നുണ്ട്. ഇത് കിട്ടണ്ട വിടലോ. ബിസി പേഴ്സൺ ട്രെയിൻ ബാക്കിൽ കൂടി പോകുന്നതായിരിക്കും. അടി ഇരുന്ന് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ബാക്കിൽ കൂടി ട്രെയിനിൽ പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. അതെ അതാണ് എന്റെ ട്രിക്ക്. ഞാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ട്രെയിന് പോയില്ലേ? അതെന്താ ഒരു കുത്തല്? കുത്തില്ല. ശ്രീകുട്ടിനെ ചുരിദാറൊക്കെ നോക്ക്, കളറ്. മറ്റേ ഡാൻസിന് പോയാ ഡാൻസിനൊക്കെ കഥകളിക്കാർക്ക് കൂടിയാട്ടം, ഓട്ടം തുള്ളൽ. നടക്ക് എത്ര ഭേദം നമ്മള്. കൺമണി
അൻപോടെ കാതലൻ ഞാൻ എഴുതും കവിതമേ. ഒരു കുർത്തക്കേടേ. പൊന്മണി വീട്ടു സൗഖ്യമാ ഞാൻ ഇത് സൗഖ്യമേ. കവിത കെട്ടത് കാക്കേന്റെ പാട്ടാ പാടും ഞാൻ ഒന്ന്. ഇത് സുഖി ഇടയ്ക്ക് അറിയാന് തക്കുട് തൊക്കുട് പുതിയ പാസലൊക്കെ ഇട്ട് സ്റ്റൈലാക്കാം. കവറൊന്നുമില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പം കവറൊക്കെ കൈ പിടിക്കണം. ഗൈസ്, ഞാൻ ഒരുപാട് കാലം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മണ്ടയ്ക്കൊന്ന് കൊടുക്കുക. മതി, ഇത് ഒടിച്ചിട്ടാ തക്കുടിന് മാത്രമേ എന്നെ കാണുമ്പോ കൊഞ്ചാൻ തോന്നുള്ളൂ. നിന്നെ കൊഞ്ചിക്കാൻ പറ്റിയ പ്രായം. അത് പറ്റൂല. എന്നാ ഇനിയും പോട്ടെ. മാ പോട്ടെ പോട്ടെ. തക്കുടൂന് എന്നാ ഭയങ്കര ഇഷ്ടം. ആരാടാ? ആ വാരാ കണ്ടോ ഇതാക്കടോ. ഹായ്, ലവ് യു. വരി തക്കുടൂന്റെ അച്ചാച്ചനെവിടെ? എവിടെ പോയി? ആക്ച്വലി എൻ്റെ മൈക്കിന് ഇതിൽ ചാർജ് ഇല്ല, കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചാർജ് ഇടാണ്. ബർത്ത്ഡേക്കാരി വെള്ളം ഒഴിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എളുപ്പമൊന്നായിരിക്കും. ലാസ്റ്റ് പൈസയും കൊടുക്കുന്നതായിരിക്കും. തക്കുടൂന്റെ ബർത്ത്ഡേ ഉണ്ട് ഓഗസ്റ്റ് 2. പിന്നെ മറ്റേ മൂത്ത ഒക്ടോബർ 2 വരുന്നുണ്ട്. തിന്നുന്ന കാര്യമായി അങ്ങനെ തന്നെ അല്ലേ? അതെ, ആക്കിയതാണോ? തിന്നുന്ന കാര്യമില്ല, ഓർക്കാതിരിക്കൂലല്ലോ. ഇനി ആര് ചെലവെടുക്കും? സാധാരണ ബർത്ത്ഡേ ആളല്ലേ ചെലവാക്കട്ടെ, നമുക്ക് ഗിഫ്റ്റ് ഇല്ലേ? ശരിക്കും അതെപ്പോ മുതല് ഞാൻ വരെ അങ്ങനെ അല്ലേ? ഓണത്തിന് തക്കുടും എന്നെ പറ്റിക്കാൻ കേട്ടോ. പെപ്സിയാണ് മോളെ. അവിടെ അല്ല. എന്നിട്ട് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണേ? എങ്ങനെയുണ്ട് പെപ്സി? പെപ്സി എങ്ങനെയുണ്ടോ? കുറെ പേരെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എപ്പോഴെങ്കിലും നമ്മുടെ ചാനലിൽ കയറി നോക്കണം. അതെ, തീരെ നോക്കുന്നില്ല. കമന്റ് വന്നിനി അതാരാ അല്ലേ അതാരാന്നൊക്കെ എപ്പോഴും സുന്ദരന്ന്. ഇതോടെ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കാൻ പോവാണ്. ഇനി ഹെവി ഫുഡൊന്നും കഴിക്കുന്നതല്ല. ഞാൻ വർക്കൗട്ടൊക്കെ തുടങ്ങാൻ പോവാണ്, ഡയറ്റും കാര്യങ്ങളും. യെസ് ഏട്ടാ, നാളെ നാളെ ഞാൻ വരയ്ക്കുന്ന ആളും ഇഷ്ടമല്ല. അതെ. കുഞ്ഞാപ്പിക്ക് മയോണൈസ് ഇട്ടിട്ട് വിളമ്പോ. അങ്ങനെ വിളമ്പില്ല. സ്നേഹമുള്ള ചേച്ചി എന്നും ബർത്ത്ഡേ ആഘോഷിച്ചാലോ? ഇല്ല, ദിവസം അയർപ്പിട്ടതാണ്. ആരുമില്ല, ഇപ്പോഴേ പറഞ്ഞതാ. കഴിച്ചോളൂ. ആക്ച്വലി ഞാൻ അതൊക്കെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചതല്ലേ ഉച്ചക്ക്? ഞാൻ അതും കൂടെ അല്ല. നീ ഓടിക്കോ? ചെക്കുടുവാ ഓടിക്കോ? ഇതൊക്കെ ഉണ്ടോ? എങ്ങനെ ഓടിക്കോ? ഏട്ടൻ അടിക്കും, ഞാൻ ഏട്ടൻ തരാം. എന്താ ചെയ്യാ? വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ അതെ കഴിഞ്ഞു. വയറ് ഫുള്ളായില്ലേ എല്ലാരും? അതെ. ചേച്ചി പോയിട്ട് ചോറ് കഴിക്കാനുള്ള
അല്ലേ? അത് കഴിക്കും, ചോറ് കഴിക്കും. അതെ അതെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും വ്ളോഗും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇനി ഇപ്പൊ ബർത്ത്ഡേയും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. അതെ, അപ്പൊ സി യു, ബൈ ബൈ. ബൈ.